Hi. ഇന്ന് നമ്മൾ ഫാനിന്റെ ലീഫ് അതായത് സീലിംഗ് ഫാനിന്റെ ലീഫ് വെച്ചിട്ട് നമ്മൾ ഒരു അടിപൊളി ഐറ്റം ആണെന്ന് തയ്യാറാക്കുന്നത്. ഇതിന്റെ മുൻപ് നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ സീലിംഗ് ഫാനിന്റെ ലീഫ് വെച്ചിട്ട് നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ 2 വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അടിപൊളി വീഡിയോ ആണ് രണ്ടും. അപ്പോൾ കാണാത്തവർക്കൊക്കെ പോയി കാണാം. അപ്പോൾ ഇത് നമ്മൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ആ ഫാനിന്റെ തന്നെ 3ാമത്തെ ലീഫാണിത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഒരു അടിപൊളി ഐറ്റമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക്. അപ്പോൾ നമ്മുടെ ഫാൻ ലീഫ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് അതിൻ്റെ എൻഡ് ഭാഗം ഇതേപോലെ എൽ ഷേപ്പിൽ നമ്മളൊന്ന് വളച്ചെടുക്കുന്നുണ്ട്. അത് കറക്റ്റ് വളഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്ലൈവുഡ് പീസ് വെച്ച് അതായത് ചവിട്ടി പിടിച്ചതിന് ശേഷം ഇതേപോലെ വളച്ചെടുത്തത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ വളച്ചെടുക്കാം. കണ്ടില്ലേ, എൽ ഷേപ്പിൽ നമ്മൾ വളച്ചെടുത്തു. ഇനി നമുക്കിത് ഇതിൻ്റെ മുകളിലുള്ള ഈ ഫിറ്റിങ്ങിനുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് നമുക്ക് ഒഴിവാക്കിയെടുക്കാം. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ 3 നെട്ടുകൾ ഉണ്ടാവും, നെട്ടുകളല്ല ഒരു ആണികൾ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കിയെടുക്കാം. അപ്പോൾ അത് ആണികളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതേപോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് പിളർത്തി കൊടുത്താൽ ഇത് നമുക്ക് ഒഴിവാക്കാം. ഇതേപോലെ ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ 2 ടിന്നുകളാണ്. ഇത് 1 ലിറ്റർ ഇനാമൽ പെയിൻ്റൊക്കെ വരുന്ന അതായത് പ്ലാസ്റ്റിക് ടിന്നാണ്. അപ്പോൾ ഈ 2 ടിന്നുകൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ 2 ടിന്നുകളുടെ മൂടിയും നമുക്ക് ആവശ്യമുണ്ട്, അതേപോലെ തന്നെ ടിന്നും ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ടിന്നുകളൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 3/4 ഇഞ്ച് ഡബിൾ സൈഡ് ടാപ്പ് ഇതേപോലെ വാങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് മുകൾ ഭാഗത്ത് നിന്നും തായ് ഭാഗത്തേക്ക് നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഒട്ടിച്ചതിന് ശേഷം അതായത് കട്ട് ചെയ്ത് നമ്മൾ എടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒട്ടിച്ച ഭാഗം നമുക്ക് കട്ട് ചെയ്യണം. അതായത് ടിന്നിൽ നിന്നും ആ ഒട്ടിച്ച ഭാഗം നമുക്ക് കട്ട് ചെയ്യണം. ഇതേപോലെ നമ്മുടെ ടാപ്പിൻ്റെ ഇരു സൈഡും നമുക്ക് ഇതേപോലെ കത്തി ഉപയോഗിച്ചിട്ട് അതേപോലെ കട്ട് ചെയ്യാം. കണ്ടില്ല. അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ടേപ്പ് പൊളിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതേപോലെ തന്നെ 3/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ അടുത്ത സൈഡിലേക്ക് നമ്മളത് ഒട്ടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 3/4 ഇഞ്ച് ഗ്യാപ്പാണ് നമ്മൾ ടാപ്പിന് 3/4 ഇഞ്ച് വീതിയാണുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഇടുന്ന ഗ്യാപ്പും 3/4 ഇഞ്ചാണ്. അപ്പോൾ ഇതേപോലെ നമുക്കിത് ഈ ഭാഗം നമുക്ക് ഇതേപോലെ 2 സൈഡ് ഭാഗങ്ങളും കട്ട് ചെയ്ത് നമുക്ക് ഒഴിവാക്കി എടുക്കാം. ഇതേപോലെ ഒരു 3/4 ഭാഗം നമ്മൾ ഇതേപോലെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം കട്ട് ചെയ്തെടുത്തതാണ്. ഒരു 1/4 ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നില്ല. അത് നമുക്ക് ലീഫിൻ്റെ ഭാഗത്തേക്ക് വരുന്നതാണ്. ഈ ഭാഗം നമുക്ക് ലീഫിൻ്റെ ഭാഗത്ത് വരുന്നത് കൊണ്ട് നമ്മൾ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ബാക്കി 3/4 ഭാഗവും നമ്മൾ ഇതേപോലെ 3/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം 3/4 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതേപോലെ ഇനി നമ്മൾ 2ാമത്തെ ടിൻ എടുക്കുന്നുണ്ട്. ഒരു വൾ ബോർഡർ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വൾ ബോർഡറിൻ്റെ അയച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡ് അതായത് ഇതേപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ അടിഭാഗത്ത് നമ്മുടെ ടിന്നിൻ്റെ അടിഭാഗത്ത് വെച്ചതിന് ശേഷം ഒന്ന് വരച്ചെടുത്തതിന് ശേഷം അവിടെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതേപോലെ ഇനി നമ്മൾ അതിൻ്റെ മൂടി എടുക്കുന്നുണ്ട്. അതിൻ്റെ മൂടിക്ക് നമ്മുടെ അത് സൈഡ് ഭാഗത്ത് നമുക്ക് ഇതേപോലെ റിമൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. ഇതേപോലെ നമുക്ക് വലിച്ചാൽ ഇതേപോലെ നമുക്ക് ഇതേപോലെ നമുക്ക് അത് വലിച്ചാൽ കിട്ടുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ വലിച്ചെടുക്കുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ നമ്മളതവിടെ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മൂടിയുടെ നടുഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കണം.
അപ്പോൾ അത് മൂടിയുടെ നടുഭാഗം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് മൂടി നമ്മുടെ ടിന്നിൻ്റെ മുകളിലേക്ക് ഫിറ്റ് ചെയ്യാം. നന്നായിട്ട് അമർത്തി നമുക്ക് ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ടിന്ന്, അതായത് നമ്മളിതാ 3/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നമ്മൾ കള്ളിയായിട്ട് കട്ട് ചെയ്തല്ലോ, ആ ഇതിൻ്റെ അതായത് മൂടി വരുന്ന ഭാഗത്ത് നമ്മൾ നമ്മുടെ ഡബിൾ സൈഡ് ടാപ്പ് ഇതേപോലെ റൗണ്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് മൂടി വരുന്ന ഭാഗം. അപ്പോൾ ഒരു മൂടിയെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ ടിന്നിൻ്റെ മൂടി നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ആ ഭാഗത്ത് മൂടി വരുന്ന ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഒട്ടിക്കുമ്പോൾ നമ്മുടെ ടിന്നിനേക്കാളും കുറച്ച് മുകളിലേക്ക് ആ ടാപ്പ് നിൽക്കും ഇതേപോലെ. അപ്പോൾ അതിൻ്റെ ആ ടാപ്പ് മുകളിലേക്ക് നിൽക്കുന്ന ഭാഗത്ത് ഇതേപോലെ നമ്മൾ നേരത്തെ മൂടിയിൽ നിന്ന് വലിച്ചെടുത്ത ആ ചെറിയ പീസ് ഉണ്ടല്ലോ, അതാ വീതി കുറഞ്ഞ ഈ പീസ് നമ്മൾ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഉൾഭാഗത്ത് ഇതേപോലെ നമ്മളത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് അധികം നീളം ഉണ്ടാവും, അത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ഇതേപോലെ അത് ഒട്ടിച്ചു കൊടുത്തു. ഇതാ ഇനി നമുക്കിതാ ഒന്നാമത്തെ ടിന്നിന് മുകളിലേക്ക് രണ്ടാമത്തെ ടിന്ന് നമുക്ക് ഇതേപോലെ ഫിറ്റ് ചെയ്യാൻ കഴിയും. ഇതേപോലെ എടുത്തു വെക്കാൻ കഴിയും. അതൊരു ക്ലിപ്പ് കുടുങ്ങി നിൽക്കുന്നത് പോലെ നമുക്ക് അവിടെ നിൽക്കും. കണ്ടില്ലേ? ഇനി നമുക്കിതിനൊക്കെ നമ്മുടെ ലീഫിന് അതേപോലെ തന്നെ നമ്മുടെ 2 ടിന്നിനും നന്നായിട്ട് പെയിൻ്റ് അടിച്ചെടുക്കണം. ആ പെയിൻ്റ് അടിക്കുന്നത് നമ്മൾ ബ്ലാക്ക് പെയിൻ്റാണ്, ബ്ലാക്ക് മാറ്റ് കളർ, ബ്ലാക്ക് മാറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബ്ലാക്ക് മാറ്റാണ് വൃത്തി ഉണ്ടാവുക, അതുകൊണ്ട് ബ്ലാക്ക് മാറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്പ്രേ പെയിൻ്റാണ്. 110 രൂപയാണ് ഇതിന് വില. 300 മില്ലിയുടെ ബോട്ടിലാണ്. അപ്പോൾ 110 രൂപയാണ് വില. അപ്പോൾ നമുക്ക് ഇതിന് നമ്മുടെ ബോട്ടിലുകൾക്ക് അതേപോലെ തന്നെ നമ്മുടെ ലീഫിനൊക്കെ നമുക്ക് നന്നായിട്ട് ഇത് പെയിൻ്റ് അടിച്ചെടുക്കാം. ആ പെയിൻ്റ് അടിച്ച് ഉണങ്ങിയതിന് ശേഷമാണ് ഇത് നമുക്ക് ബാക്കി ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ പെയിൻറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റാർ വാങ്ങിയിട്ടുണ്ട്. ഇതേപോലെ ഒരു ഷീറ്റിന് 10 രൂപയാണ് ഇത് വില. അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റാർ വാങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ഇത് മുകൾ ഭാഗത്തേക്ക് വരുന്ന നമ്മുടെ ടിന്നിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പല കളറിലായിട്ടുള്ള സ്റ്റാറാണ്. അപ്പോൾ നമ്മളത് ഒരു വൃത്തിയായിട്ട് നമുക്ക് പല രീതിയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കുക. അതേപോലെ ഒട്ടിക്കുന്നുണ്ട്. ഇനി നമ്മളിത് ആദ്യം നമ്മുടെ അടിഭാഗത്ത് വരുന്ന നമ്മുടെ ടിന്നിൻ്റെ ഉൾഭാഗത്ത് ഇതേപോലെ ഒരു ഷീറ്റ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഷീറ്റ് പിന്നെ PVC ഷീറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഇത് PVC ഷീറ്റല്ല, ഇത് നമുക്ക് ഫാൻസി കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു തരം എക്സ്റേ ഷീറ്റ് പോലുള്ള ഒരു ഷീറ്റാണ്. അപ്പോൾ ഫാൻസി കടകളിലൊക്കെ അത് കിട്ടും. അത് 5 രൂപ മാത്രമേ അത് ഒരു ഷീറ്റിന് വിലയുള്ളൂ. അപ്പോൾ ഇതേപോലെ അത് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് മുകളിൽ ഇതേപോലെ നമ്മുടെ രണ്ടാമത്തെ ടിന്ന് നമുക്ക് ഇതേപോലെ ഫിറ്റ് ചെയ്യാം. ഇതേപോലെ വരും. അപ്പോൾ നമുക്ക് ആ എക്സ്റേ ഷീറ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എക്സ്റേ ഷീറ്റല്ല, എക്സ്റേ ഷീറ്റ് പോലെ വരുന്ന ഒരു ഷീറ്റാണ്. അപ്പോൾ ഫാൻസി കടകളിലൊക്കെ കിട്ടും. അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. ഇനി നമുക്ക് നമ്മുടെ ബൾബ് ബോർഡറിൽ നമ്മൾ വയറൊക്കെ ഒരു ചെറിയ പീസ് വയറൊക്കെ കുടുക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ബൾബ് ബോർഡർ നമ്മൾ നമ്മുടെ മുകൾ ഭാഗത്ത് വരുന്ന ടിന്നിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഹോൾസ് ഇട്ടല്ല, അവിടെ നമ്മൾ ഇതേപോലെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ബൾബ് ബോർഡർ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബൾബും അതിലേക്ക് കുടുക്കി ഇതേപോലെ. ഇനി നമുക്കത് നമ്മുടെ മുകളിലെ ടിന്ന് നമുക്ക് അടിയിലെ ടിന്നിൻ്റെ ഈ ഗ്യാപ്പിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അവിടെ നന്നായിട്ട് അത് ഫിറ്റായി നിന്നോളും. ഇനി നമുക്കിത് നമ്മുടെ ലീഫിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അടിഭാഗത്തെ ടിന്ന് മാത്രമേ നമ്മൾ ലീഫിൽ ഒട്ടിക്കുന്നുള്ളൂ. ഇതേപോലെ അടിഭാഗം മാത്രമേ നമ്മൾ ലീഫിൽ ഒട്ടിക്കുന്നുള്ളൂ. മുകൾ ഭാഗം നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുത്ത് മാറ്റി അതിൽ ബൾബൊക്കെ മാറ്റേണ്ട സമയത്തൊക്കെ നമുക്ക് മാറ്റാനും ഇതാക്കാനൊക്കെ കഴിയും. ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തു. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അടിയിൽ ഫാൻസി ലൈറ്റ്, മുകളിൽ അതേപോലെ ഫ്ലവർ വേസിനൊക്കെ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ചുമരിലേക്ക് ഫിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പോയിൻ്റ് ബോക്സിൽ തന്നെ നമുക്കിത് ഫിറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. സ്ക്രൂ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തു. അതായത് ഫാൻ ലീഫിൽ തന്നെ നമുക്കതിന് ഹോളൊക്കെ ഉണ്ടാവും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കത് ഫിറ്റ് ചെയ്യാം. ഇനി നമുക്കിത് കറണ്ടിലേക്ക് കണക്ഷൻ കൊടുക്കാം. ഇനി നമുക്ക് മുകൾ ഭാഗത്ത് നമുക്ക് ഇതേപോലെ ഫ്ലവർ വെക്കാം. ഇതേപോലെ
അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഫാൻ ലീഫിൻ്റെ ലീഫ് കൊണ്ട് നമ്മൾ നിർമ്മിച്ച ഈ ഫാൻസി ലൈറ്റ് ആൻഡ് ഫ്ലവർ വേസിന്, അതായത് രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അടിയിൽ ഫാൻസി ലൈറ്റും മുകളിൽ പിന്നെ ഫ്ലവർ വേസിനുമാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റംസ് ആണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക. അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.